വിജയ്, നിമിഷപ്രിയയുടെ മോചനം അതുമായി ബന്ധപ്പെട്ട് കുറെ നാളുകളായിട്ട് ഈ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ആ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഒരു പരിധി വരെ അനുകൂലമായി നിന്നിരുന്ന തലാലിന്റെ അവർ ഇല്ലാതെയാക്കിയ തലാലിന്റെ സഹോദരൻ ഇപ്പോൾ നേരെ തിരിഞ്ഞിട്ടുണ്ട്. അതായത് ഇനിയിപ്പോ വധശിക്ഷ കിട്ടിയില്ലെങ്കിലും ജയിൽ മോചിതയാകാൻ സമ്മതിക്കില്ല എന്നുള്ള നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. മാത്രമല്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, അതായത് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ഒരു കളം ഒരുക്കിയത് നമ്മുടെ മലയാളികളായിട്ടുള്ള ചില വ്യക്തികളും സംഘടനകളും ഒക്കെ ആണെന്ന് പറയുകയും ചെയ്യുന്നു. എന്താണ് അതിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ളത്? അല്ല, നിമിഷപ്രിയയെ ഇവിടെ കൊണ്ടുവരുന്നത് തന്നെ നിമിഷപ്രിയ അല്ലെങ്കിൽ അതിനു വേണ്ടി മലയാളി ഇത്ര കരയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചിന്തയൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതിൽ കഴമ്പില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിമിഷപ്രിയയുടെ അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വികാരത്തിനാണ് മലയാളികളൊപ്പം നിൽക്കുന്നത്, നിമിഷപ്രിയയുടെ ഒപ്പമല്ല. കാരണം നിമിഷപ്രിയ ഒരു ക്രിമിനൽ തന്നെയാണ്. അത് ക്രിമിനൽ എന്ന് പറയാൻ കാരണം ആ വ്യക്തിയെ വധിച്ചത് കൊണ്ട് മാത്രമല്ല. ഞാൻ ഇന്നലെ വരെ മനസ്സിലാക്കിയിരുന്നത് അവർ വധിച്ചിട്ട് അവരെ ഈ പറയുന്ന 110 കഷ്ണങ്ങളാക്കി അവരുടെ വസതിയിൽ ഇട്ടിരുന്നു എന്നാണ്, വസതിയിലെ വാട്ടർ ടാങ്കിൽ ഇട്ടിരുന്നു. ഞാൻ പക്ഷെ ഇന്ന് മനസ്സിലാക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ വാട്ടർ ടാങ്ക് ഉണ്ടല്ലോ, വലിയ വാട്ടർ ടാങ്ക്. അപ്പൊ അതില് ഈ 110 കഷ്ണങ്ങളാക്കി അതിനകത്താണ് ഇട്ടിരുന്നത്. അപ്പം എന്നിട്ട് ഇവർ കടന്നു കളഞ്ഞു. 1 മാസം കഴിഞ്ഞാണ് പിടിക്കപ്പെടുന്നത്. അപ്പൊ നിമിഷപ്രിയ അല്ല അത് ചെയ്തതെന്നൊക്കെ പറയുന്നു. മറ്റേ ഹനാൻ എന്ന് പറയുന്ന സുഹൃത്താണ്, യമൻ സ്വദേശിനിയായിട്ടുള്ള നഴ്സ് ഉണ്ടല്ലോ, അവരാണ് ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് ആർക്കു വേണ്ടി ചെയ്യപ്പെട്ടു എന്നുള്ള ചോദ്യമുണ്ട്. അതിന് നിമിഷം അറിയാതെ നടക്കില്ല എന്ന് വിശ്വസിക്കാം. ആ 110 കഷ്ണങ്ങളാക്കി ആ വാട്ടർ ടാങ്കിൽ ഇട്ടിരുന്നപ്പോ ഇവരാരും ഇത് അറിയുന്നില്ല, ആ ഫ്ലാറ്റിലുള്ള ആൾക്കാര്. നമുക്കിത് സംഭവിക്കുന്നത് ആലോചിച്ച് നോക്കണം. നമ്മൾ അതിനകത്ത് 1 മാസത്തോളം ഇങ്ങനെ ആ വെള്ളം ഉപയോഗിക്കുകയും പിന്നീട് ആ വെള്ളത്തിന്റെ മാലിന്യം നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ പരിശോധിക്കുമ്പോൾ 110 കഷ്ണങ്ങളായി നമ്മുടെ കൂടെ ജീവിച്ചിരുന്ന അവരെ സംബന്ധിച്ച് അവരുടെ ഒരു പൗരനാണ്. ആ മറ്റൊരു വിദേശി വനിത വന്ന് വെട്ടിനുറുക്കിയിട്ട് കടന്നു കളഞ്ഞു. അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറയുന്നത്. അപ്പൊ അവരുടെ വാട്ടർ ടാങ്കിൽ ഇത്രയും നാൾ യൂസ് ചെയ്തിരുന്നത് ഇയാളുടെ ശരീര കഷ്ണങ്ങൾ. അപ്പൊ അവർക്ക് എത്രത്തോളം ഷോക്കായിട്ടായിരിക്കും അത് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്. അവരെ സംബന്ധിച്ച് ഈ നമ്മൾ ഗോത്രവർഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ വിചാരിക്കുന്ന പോലത്തെ ഈ ആദിവാസി സമൂഹത്തിനെ പോലെയുള്ളവരല്ല. അവിടെ ഗോത്രവർഗം എന്ന് ഉദ്ദേശിക്കുന്ന ഈ ഓരോ ട്രൈബ്, മുസ്ലിം ട്രൈബ്സ് ആണ്. ആ ഒരു അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത്. അല്ലാതെ അവര് മോഡേൺ ആയിട്ട് തന്നെ ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ അവർക്ക് ആ തലാലിന്റെ ആ ഗോത്രവർഗത്തിന് ഗോത്രവർഗത്തിന് ആ ഒരു സമൂഹത്തിന് തന്നെ നിമിഷയോട് വല്ലാത്തൊരു ദേഷ്യമായി. നമ്മളിത് ഇവിടെ തിരിച്ചാലോചിച്ച് നോക്കുമ്പോൾ നമ്മളിവിടെ കഷായം കേസുണ്ടല്ലോ, ഗ്രീഷ്മ, പലരും ഇങ്ങനെ ഒരു വാദിക്കുന്നുണ്ട്, ആ കുട്ടിക്ക് രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളില്ല, അങ്ങനെ ഒരു വാദമുഖം കേട്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് കഷായം കൊടുത്തത്. നമ്മൾ അത് ഇവിടെ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാത്ത കാര്യമാണ്. അതിന് മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അത് അവൻ പുറകെ നടക്കുമെങ്കിൽ കഷായം കൊടുത്ത് വിളിച്ചു വരുത്തി കഷായം കൊടുത്ത് കൊല്ലുകയാണോ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം. ഇതേ മലയാളി സമൂഹം തന്നെയാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി കണ്ണീര് പൊഴിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാണ്. കാരണം കൊന്നു, അപകടമരണം സംഭവിച്ചു എന്നുള്ളത് ഓക്കെ, അതിനപ്പുറം അവർ ചെയ്ത ആ ഒരു പ്രവൃത്തിയാണ് അവിടെ ഇപ്പോൾ അവർക്ക് വധശിക്ഷയ്ക്ക് കാരണമാണ്. അതായത് മൃതശരീരത്തിനെ അപമാനിച്ചു, അതായത് വെട്ടി നുറുക്കി പിന്നെ രക്ഷപ്പെടാൻ ശ്രമിച്ചു, അത് ഇതാക്കി. അപ്പൊ അതൊരു വലിയ സമൂഹത്തിന് തന്നെ, അതായത് ആ ഒരു വാട്ടർ ടാങ്കിൽ ഇടുന്ന വഴി സമൂഹത്തിനെ തന്നെ ചൊടിപ്പിക്കുകയും ചെയ്തു. ഇത് വലിയ കുറ്റകൃത്യം എന്നാണ്. ഇപ്പോ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥയെ പോലും അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ അവർക്ക് അതിന്റെ ട്രോമയിൽ നിന്ന് പുറത്തു വരാൻ എത്ര നാളെടുക്കും എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്കിൽ ഇതുപോലെ നമ്മുടെ അയൽക്കാരന്റെ ശരീരം കിടപ്പുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ വീട്ടിൽ തന്നെ അത് ഉപയോഗിക്കാൻ. അതെ. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിമിഷപ്രിയയുടെ അമ്മയ്ക്കൊപ്പമാണ്, അതായത് അവർക്ക് വധശിക്ഷ കിട്ടരുത് എന്നുള്ള ഒരു നീക്കം മാത്രമാണ് ശരി എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അവർ ശിക്ഷ അനുഭവിക്കാൻ യോഗ്യ ആണെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ എൻ്റെ ഒരു നിലപാട് ഇപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്നത്. വധശിക്ഷ ഒഴിവാക്കണം, പക്ഷെ അവർക്ക് ജയിൽ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ ഇതിന് ഇപ്പോ എന്താ പറയാ, വധശിക്ഷയിലോട്ട് തന്നെ കാര്യങ്ങൾ പോകും എന്നുള്ളൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. കാരണം അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ചില അവകാശവാദങ്ങളുണ്ട്. അത് ഇതുവരെ ഉണ്ടാക്കിയ പുരോഗതിയെ
ഒക്കെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് തകിടം മറിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പം നിമിഷപ്രിയയുടെ മോചനമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ കുറെ സാമൂഹിക പ്രവർത്തക സംഘടനകളുണ്ട്. അതിപ്പോൾ അതിലൊരു സാമൂഹിക പ്രവർത്തകൻ, ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയാണ് സാമുവൽ ജെറോ. അദ്ദേഹം പറയുന്നത് തലാലിന്റെ കുടുംബത്തെ ചൊടിപ്പിക്കുന്ന ചില കുപ്രചരണങ്ങൾ വന്നിട്ടുണ്ട്. നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുന്നതിൽ അത് ഒരു ഇടർച്ചയായിട്ട് ഭവിക്കും എന്നാണ് പറയുന്നത്. നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നൽകണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് യമനിൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ഇപ്പോൾ പറയുന്നത്. അങ്ങനെയല്ലായിരുന്നു കുറച്ചുനാൾ മുൻപേ വരെ. തലാൽ ഈ ദയാദനം സ്വീകരിക്കാൻ തയ്യാറായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇപ്പോൾ അതിൽ ആ നിലപാട് മാറ്റം വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ അറിയാൻ കഴിഞ്ഞത് ദയാദനം അവരുടെ പക്കൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു. അതായത് ഈ വധശിക്ഷയുടെ തീയതി വരുന്നത് വരെ. പിന്നീട് അറിയാൻ കഴിഞ്ഞത് പൈസ തലാലിന്റെ കുടുംബവുമായി സംവദിക്കാൻ കഴിഞ്ഞു. പക്ഷെ തലാലിന്റെ സഹോദരൻ, ഇതുവരെ അനുകൂലമായിരുന്ന തലാലിന്റെ സഹോദരൻ നേരെ തിരിഞ്ഞു. അപ്പൊ അതിന് കാരണങ്ങളുണ്ട്. ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള കുപ്രചരണങ്ങൾ ഉണ്ടായി. അതായത് തലാലിനെ മോശമായി ചിത്രീകരിച്ച് നിമിഷപ്രിയെ എന്തോ ഒരു ഈ പറയുന്ന ഇവിടെ നമ്മൾ ഷാരോണിനെ വധിച്ച വാദിക്കുന്നവരെ പോലെ, അപ്പൊ അത്തരത്തിൽ ഒരു ഇതുണ്ടായപ്പോൾ അത് അവിടെയാണ് അവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ കാന്തപുരം എ പി അബൂബക്കറിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന്റെയൊക്കെ ഒരു 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 എന്താ പറയുക, ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സംയുക്തമായിട്ടുള്ള ഒരു എഫർട്ട് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പിന്നെ ഈ ആക്ഷൻ കൗൺസിലിന്റെ നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ അത് തന്നെയാണ് ഇതിനകത്ത് നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം തർക്കമാണ്. അപ്പൊ ഇവരുടെയൊക്കെ ഈ പറയുന്ന BJP അനുകൂലികൾ അത് കേന്ദ്ര സർക്കാരിൻ്റെയാണ് എന്നുള്ളത് വാദിച്ചെടുക്കാൻ നോക്കുന്നു. ഈ മുസ്ലിയാറിന്റെ അനുകൂലികൾ എന്താ പറയാ, അവരിത് തങ്ങളുടെ മികവാണ്. ഇതിൽ അങ്ങനെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു ഇതാണ് നടന്നിരിക്കുന്നത്. അപ്പം ഇതിൽ ക്രെഡിറ്റ് അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രം എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിമിഷപ്രിയയെ രക്ഷിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അത് ഈ ദയാദാനം കൊടുത്ത് ഈ കേസിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇതിലൊരു പ്രത്യേകത ഇസ്ലാമിക ശരീഅത്ത് നിയമം എന്നുള്ളതിൽ ദയാദാനത്തിന് പറയുന്നത്, അതായത് മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് ദിയ എന്നാണ് പറയുന്നത്. ആ ഒരു ഇത് പ്രവാചകൻ എഴുതിയതാണ് ഈ ശരീഅത്ത് നിയമം എന്ന് പറയുന്നത്. അത് ദൈവത്തിൽ നിന്ന് നേരിട്ട് അരുളി ചെയ്യപ്പെട്ടതാണെന്നാണ് പറയുന്നത്. അപ്പൊ അതില് ഈ ഒരു കൊലപാതകത്തിന്റെ ശിക്ഷയായിട്ട് പറയുന്നത്, അതിൽ കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്നുള്ള ശിക്ഷയാണ് പറയുന്നത്. അപ്പൊ അതില് കൊലപാതകത്തിന്റെ ശിക്ഷയായിട്ട് പറയുന്നത് ആരാണോ വധിച്ചത് അയാളെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പൊ ആ നിയമത്തില് ഒരു ഒരു എന്താ പറയുക, ഒരു ശിക്ഷ ഇളവിനുള്ള സാധ്യത ആണ് ദിയ എന്ന് പറയുന്നത്. ആ ദിയ എന്ന് പറയുന്നത് ആ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബം മാപ്പ് നൽകണം. അപ്പൊ ഈ ദയാദാനം കൊടുത്തത് കൊണ്ട് അത് നൽകണം എന്നില്ല. ദയാദാനം കൊടുത്താലും അത് സ്വീകരിച്ചിട്ട് അവർക്ക് തരാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെ. അപ്പൊ അത് അവിടെ അപൂർണമായും ഈ ദയാദാനം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ദയാദാനം കൊടുത്താൽ അവരെന്തായാലും അത് ചെയ്യും. കാരണം എല്ലായിടത്തും അങ്ങനെയാണ്. നമ്മൾ അവർ കരാറിൽ ഒപ്പുവെക്കും. അതായത് നമ്മൾ മാപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ സമ്മതപത്രം എഴുതി നൽകും. പക്ഷെ ഇപ്പോ ഈ ദയാദാനം ദയാദാനം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, കൊടുത്താലും ഇല്ലെങ്കിലും മാപ്പ് തരില്ല, വധശിക്ഷ തന്നെ വേണം എന്നുള്ളൊരു ഇതുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതിൽ ഈ കുടുംബം മാപ്പ് നൽകിയാൽ നിമിഷപ്രിയയ്ക്ക് മോചനം സാധ്യമാകുക എന്ന് പറയുന്നത്, അത് നിമിഷപ്രിയ ഒരു എന്താ പറയാ, അത്രമാത്രം ആ ഒരു കുടുംബത്തിനെ വേദനിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ ആക്കുന്നത്. കാരണം ഈ ഇടയ്ക്ക് അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു വ്യക്തി 37 കോടിയാണ് എൻ്റെ ഓർമ്മ കൊടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ കാര്യവും സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു കുട്ടി അല്ലേ, ഒരു കുട്ടി എന്തോ ശാരീരികമായ പ്രശ്നങ്ങളുള്ള ഒരു ഇതാണ്. പക്ഷെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മാത്രം ചെയ്യേണ്ട ഒരു കാര്യം ഒരു വിജനമായ സ്ഥലത്ത് വെച്ച് ചെയ്തിട്ട് അദ്ദേഹം ഒരു നാടകം ഇറക്കിയതുപോലെയാണ് ആ സംഭവം മുഴുവൻ നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഈ ക്രിമിനലുകളെ നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റ് രക്ഷിച്ചുകൊണ്ട് വരണം എന്ന് തിരിച്ചു കൊണ്ടുവരണം. ജയിൽ മോചിത ആവുക എന്ന് പറഞ്ഞാൽ, അതിന് ജയിൽ മോചിതനാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നമ്മൾ പൈസ കൊടുത്തവർക്ക് അവർ ചെയ്ത എന്ത് കുറ്റം ചെയ്താലും പൈസ കൊടുത്ത് അവരെ മോചിപ്പിച്ച് ഇഞ്ഞു കൊണ്ടുവരണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? എന്തെങ്കിലും ന്യായമുള്ളതായിട്ട് തോന്നുന്നു? ഒരിക്കലും ഇല്ല. അവരാ ചെയ്ത തെറ്റ് ശിക്ഷ വിജയ് പറഞ്ഞ പോലെ വധശിക്ഷ ഒഴിവാക്കാം, ശിക്ഷ അനുഭവിക്കേണ്ടി ആ നാട്ടിൽ ചെന്നിട്ട് അവരിത് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അത് അത് ഇവിടെ ഉള്ളവർ മനസ്സിലാക്കണം.
ഇപ്പൊ ഇവിടെ നിമിഷപ്രിയയുടെ അമ്മയ്ക്കൊപ്പമാണ്. നിമിഷപ്രിയയുടെ അമ്മയെ സംബന്ധിച്ച് അവർ പറയുന്നത് തലാൽ അവരുടെ മകനെ പോലെയാണെന്ന് അവർ പറയുന്നത്. പക്ഷെ അവിടെ അവർ നിൽക്കുന്നത് കൊണ്ട് കുടുംബത്തിനെ സ്വാധീനിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. പക്ഷെ അവർ പറയുന്നത് തലാൽ അവരുടെ മകനെ പോലെയാണ്. തലാലിന്റെ ആത്മാവിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് അവർക്ക് അതേ പറയാൻ പറ്റുള്ളൂ. ഈ സാഹചര്യത്തിൽ അവർക്ക് അതെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഇതിനകത്ത് വേറൊരു കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിത് ഈ വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ ഇതിൽ ചീഞ്ഞു നാറുന്ന കുറച്ച് പേരുണ്ട്. അതായത് ഈ നിമിഷയുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസം 24-ൽ വന്നിരുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം അത് ഒന്നും വിട്ടു പറയുന്നില്ല. പക്ഷെ ഈ 2014-ലോ 15-ലാണ് നിമിഷപ്രിയ പോകുന്നത്. അപ്പൊ അന്ന് ഭർത്താവിന് കുട്ടിക്ക് കയറി പോകാൻ പറ്റില്ല. അപ്പൊ അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട് എന്നും വിളിക്കുമായിരുന്നു. പിന്നീട് വിളി കുറഞ്ഞു വന്നു എന്ന് പറയുന്നത്. അതായത് ഈ കൊലപാതകത്തിനൊക്കെ മുന്നെയാണ്. കൊലപാതകം ചെയ്ത് 1 മാസത്തിനുള്ളിൽ നിമിഷം അറസ്റ്റ് ആവുകയാണ്. പിന്നെ വിളിക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനൊരു കാര്യം പറയുന്നത് പെട്ടെന്ന് അദ്ദേഹം നിർത്തുന്നുണ്ട്. അതായത് പറഞ്ഞു പോയത് പെട്ടെന്ന്. അതായത് പിന്നെ വിളി കുറഞ്ഞു. അതായത് നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്, അറിയാലോ. അദ്ദേഹം പൈസയും കൊടുത്ത് കയറ്റി വിട്ടു. ഇവരെ കടം ഒരുപാട് നാട്ടിൽ നിന്ന് ഒരുപാട് കടവും വാങ്ങിച്ച് ഇവർക്ക് രണ്ടും കയറി പോകാനുള്ള പൈസ അന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. ഇവരെ കയറ്റി വിട്ടു. അതിനുശേഷം ആണ് അവരവിടെ ചെന്ന് നിമിഷപ്രിയ പർദ്ദയിലൊക്കെ നിൽക്കുന്ന ഫോട്ടോ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ചേച്ചി, തലാലിനൊപ്പം. അപ്പൊ അവിടെ അവരൊരു അത്തരത്തിൽ ഒരു ഡീലിൽ അവർ ഏർപ്പെട്ടു എന്നുള്ള കാര്യം, വിവാഹിതയായോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ അത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്നുള്ള രീതിയിൽ ഏർപ്പെട്ടു എന്നുള്ളൊരു കാര്യം നമുക്ക്, കാരണം പർദ്ദയണിഞ്ഞ് അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന ഫോട്ടോ നമുക്ക് കാണാം. അപ്പൊ അത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇദ്ദേഹം എന്തായാലും അങ്ങനെ ഒരു വായിൽ നിന്ന് അദ്ദേഹം എന്താ പറയാ നാക്കുപിഴ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അദ്ദേഹം ആദ്യത്തെ സെഷനിൽ ഇവര് പോയി, പിന്നെ ബുദ്ധിമുട്ടായപ്പം ഇവര് തിരിച്ചു വന്നു. 3 പേരും തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഇവര് വീണ്ടും പോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് തലാൽ ഇവിടെ വന്നിരുന്നു കുടുംബസമേതം. വന്നിരുന്ന് 1 മാസം ഇവരെല്ലാം ഇവിടെയൊക്കെ കൊണ്ട് കറക്കി സ്ഥലമെല്ലാം കാണിച്ചു. അപ്പൊ അങ്ങനെ കാണിച്ചപ്പോൾ ഇവര് വിചാരിച്ച് ഇവര് സ്പോൺസർ ആണല്ലോ, തലാലിനെ ഒരു പൊട്ടൻഷ്യൽ സ്പോൺസർ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ തലാലിനെ ഒരു പ്രീതിപ്പെടുത്തുക എന്നുള്ളതിൽ തലാലും ഭാര്യയും മക്കളും ഒക്കെ ഇവിടെ വന്നിരുന്നു. അപ്പോൾ അവരെല്ലാം കേരളം കൊണ്ട് കാണിച്ചു. ഇതിലെന്താ വിഷയം വെച്ചാല് ഒരുപാട് പേര് നല്ല രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട്. പക്ഷെ ചിലർ ചെയ്തു വെക്കുന്ന പ്രവർത്തികളാണ്. ഇപ്പൊ തലാൽ എന്ത് കാണിച്ചിട്ടുണ്ട് നിമിഷപ്രിയയോടൊന്നും നമുക്കറിയില്ല. പക്ഷെ നിമിഷപ്രിയ തലാലിനോട് എന്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളതും നമുക്കറിയാം. ഈ പറയുന്ന സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തത് ഇവർ രണ്ടുപേരുമാണ്. നമ്മൾ പുറമേ നിന്ന് കാണുന്ന മൂന്നാമതൊരാളാണ്. ഇതിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു, വിജയ് പറഞ്ഞ പോലെ വധശിക്ഷ ഒഴിവാക്കുക. ഒരുപക്ഷെ പെട്ടുപോയത് കൊണ്ട് എന്ന് പറയുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ കൂടി ചേർത്ത് വെച്ചിട്ടാണ് അല്ലെ അവർ ആ കൊലപാതകം നടത്തുന്നത്. അപ്പൊ 2 പേരെങ്കിലും ഇല്ലാതെ, ഒരു കൃത്യമായ ഗൂഢാലോചന ഇല്ലാതെ തലാലിനെ പോലെ നല്ല ആരോഗ്യമുള്ള ഒരാളെ ഇല്ലാതെയാക്കാൻ അവിടെ കഴിയില്ല. നല്ല വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഗൂഢാലോചന അവിടെ നടന്നിട്ടില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് സ്ത്രീകൾ ആയിക്കോട്ടെ, ആ സ്ത്രീകൾ ഉൾപ്പെട്ടിട്ടുള്ള കൊലപാതകങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ വളരെ വെൽ പ്ലാൻഡ് ആയിരിക്കും. കാരണം പുരുഷന്മാർ ചെയ്യുന്നതിനേക്കാൾ പ്ലാൻഡ് ആയിരിക്കും. പറ്റില്ല. ആ ഒരു വിഷയം അവിടെ മുന്നിൽ നിൽക്കുന്നത്. അതെ, എന്താ പറയാ, സ്നേഹത്തിൽ വിളിച്ചു വരുത്തിയാണ് ഇത് കൊടുക്കുന്നത്. അല്ലാതെ വധിക്കാൻ പറ്റില്ലായിരുന്നു. ഇല്ല, അതല്ലാതെ പറ്റില്ല. അപ്പൊ വെൽ പ്ലാൻഡ് ആണ് ഈ കാര്യം. ഇവർക്കിടയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ ഹസ്ബൻഡ് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് അദ്ദേഹത്തെ സംബന്ധിച്ച് ആ ഹസ്ബൻഡിന് ഒരിക്കലും അത് തുറന്നു പറയാനും പറ്റില്ല. കാരണം മോചനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നടക്കുകയാണ്. ഇനി ഇൻ കേസ് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. അതെല്ലാം അവിടെ നിൽക്കുന്നുണ്ട്.